എല്ലാവർക്കും നമസ്കാരം. അമ്മ വീണ്ടും വന്നു കേട്ടോ. ഇന്നതേ കായ ഇപ്പോൾ വന്നിറങ്ങിയിട്ടുള്ളൂ. അതിൻ്റെ ഇടയിൽ ഇരുന്നിട്ടാണ് ഇൻട്രോ പറയുന്നത്. അപ്പം നമ്മളിത് കുറേ വശമൊക്കെ അതേ കണ്ട ഇങ്ങനെ അങ്ങോട്ട് മൂടിയിടും നമ്മൾ. അല്ലെങ്കിൽ കായ്ക്ക് കേടുപറ്റും. കേടല്ല, വാട്ടം, ഭയങ്കര വെയിലല്ലേ. അപ്പോൾ ഒരു വെയിലിൽ നിന്ന് രക്ഷിക്കാൻ ഒരു ആവരണം നമ്മളിങ്ങനെ കൊടുക്കും. അവരെന്നെ കൊണ്ടുവരുന്നതായി ചപ്പ്. ആ ചപ്പില്ലാന്ന് വെച്ചാൽ നമ്മൾ ചാക്കിട്ട് മൂടിയിട്ട് ഒന്ന് വെള്ളം തെളിച്ചിടും. അപ്പോൾ ഇങ്ങനെ വെക്കും നമ്മൾ. കഴിയുന്നതും ഒന്ന് ചൂടിൽ നിന്നൊന്ന് രക്ഷപ്പെടും അവർ. നമുക്കതൊന്നും ഉണ്ടാവില്ല കേട്ടോ. നാളെ ആകുമ്പോഴേക്കും ഇത് കഴിയും. എന്നാലും ഇങ്ങനെ ഫ്രഷായിട്ട് ഇരിക്കട്ടെ എന്ന് വിചാരിക്കും നമ്മൾ. കായമചെന്നിരുന്ന് കറിയാവോ. അപ്പം ഇന്ന് നമ്മുടെ കടയിലത്തെ വിശേഷമാണ്. അപ്പോൾ നമുക്ക് വിശേഷത്തിലേക്ക് പോയാലോ. അപ്പോഴേ ചോറ് വയ്ക്കാനായിട്ട് അരി നല്ല തിളപ്പാണ് ഇവിടെ കിടന്ന്. അപ്പോൾ അതിൽ കുറച്ച് വെള്ളത്തിൻ്റെ കുറവ്. കറുത്ത വറ്റ് അതൊന്നും പാടില്ല. വെന്തു. അപ്പം അതിൽ നമുക്ക് ഒരിത്തിരി ഉപ്പിടും ഞാൻ. ഇവിടെ അതൊക്കെ ഇട്ടാൽ അവർക്ക് ഇഷ്ടമുള്ളൂ. അതിൽ തിളച്ച വെള്ളം കൂടെ ഒഴിച്ചാൽ പിന്നെ വെള്ളം പിടിക്കില്ലല്ലോ. ഊറ്റാറായി. ഈ പ്രാവശ്യം അരി എടുത്ത് തന്നപ്പോഴേ മുകളിൽ നിന്ന് തന്നെ എടുത്തത്. അത് അത്രയ്ക്കാണ് പെട്ടെന്ന് വേവണ ഒരു അരി. ഇവിടെ അതായിരിക്കും ഇഷ്ടമല്ല. ഞാൻ പിന്നെ അത് അങ്ങനെ തന്നെ തിരിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചാണ്ട് വെച്ച് കഴിഞ്ഞു. ഇന്നത്തെയും കൂടെ ഉള്ളൂ. അപ്പോൾ ഞാൻ കാലത്തേക്കും ഉച്ചക്കിലേക്കുള്ളത് ഇന്ന് വെച്ചിട്ടുള്ളൂ. ഭയങ്കര തിക്ക കാലത്തിൽ. അപ്പോൾ വൈകുന്നേരത്തേക്ക് മാറ്റി വയ്ക്കും. ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് ലാസ്റ്റ് ആകുമ്പോൾ വൈകുന്നേരത്തേക്കുള്ള ചോറ് ഞാൻ വെച്ച് വയ്ക്കും. അപ്പോഴേ നമ്മുടെ കായ ഞാൻ ദേ അരിഞ്ഞെടുത്തിട്ടുണ്ട്. എന്നുപ്പേരിയല്ല വയ്ക്കിന്. ഇന്ന് അതിൽ നിന്നൊന്ന് മാറ്റി വയ്ക്കാൻ വിചാരിച്ചു. ഇഞ്ചി പച്ചമുളക് വേപ്പിൻ്റെ അല്ല അതിട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെള്ളം കുറച്ച് അധികമാവാം. അടയ്ക്കുക. വേവിക്കുക. അപ്പോഴേ ആവി എയർ വന്നിട്ടുണ്ട്. അപ്പോൾ അതിങ്ങോട്ട് ഇറക്കി വയ്ക്കാം. നമുക്ക് നമ്മുടെ പായസം വെക്കണമെങ്കിൽ വെക്കാമെന്ന് മാത്രം. നീ പോവാണെങ്കിൽ വെക്കുന്നില്ല. നീ ഇവിടെ ഉണ്ടെങ്കിൽ വെക്കാം രതീശ. അപ്പോൾ വയ്ക്കാം. പായസം വയ്ക്കപ്പോൾ അതിനും പണിയൊന്നുമില്ലല്ലോ. വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിക്കുക. ഉള്ളി, വെളുത്തുള്ളി, പച്ചമുളകൊക്കെ ഇട്ടുണ്ടല്ലോ. ഒരു സബോള ഇട്ടുണ്ട് കേട്ടോ ഞാൻ. ഉള്ളി, വെളുത്തുള്ളി, സബോള, പിന്നെയുള്ളതൊക്കെ നമ്മൾ അതിലിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുമ്പോൾ മറ്റുള്ളത് നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആ മഞ്ഞൾപ്പൊടി, ഗരം മസാല, മല്ലിപ്പൊടി, മുളക് പൊടി. മുളക് കണ്ടമാനം ചേർക്കണ്ട കേട്ടോ. ഒന്നാമത്തേന് ഞാൻ പച്ചമുളക് ചേർത്തിട്ടുണ്ട്. പിന്നെ അധികം എരിവായിരുന്നെങ്കിൽ ഒരു രസം ഉണ്ടാവില്ല. അത് ഇറച്ചി ഉണ്ടെങ്കിൽ നല്ല രസം ഉണ്ടാവും. ഇറച്ചിയൊന്നും ഇല്ലല്ലോ. തൊലിയോട് കൂടിയുള്ള കായ കേട്ടാ. നമ്മൾ തൊലി കളയില്ല. എത്ര നല്ല കായ ഇപ്പം തന്നെ കൊണ്ടുവന്നതാണേ. നല്ല ഫ്രഷാണ്. അപ്പം അതിൻ്റെ തൊലി കളയാൻ എനിക്ക് തോന്നിയില്ല. നേരമൊക്കെ വൈകി. അപ്പോൾ ഒരേ ഒരു തക്കാളി കൂട്ടനെ അതിലിട്ട് കൊടുക്കുക. ഒന്ന് തീ കുറച്ചിട്ടാലേ ആ തക്കാളി ഒന്ന് അങ്ങോട്ട് വഴഞ്ഞ് വരും.
അപ്പോൾ നമുക്ക് നമ്മുടെ തക്കാളി ഒന്ന് വെന്തോ നോക്കിയാലോ. ഇനി ബാക്കി കായരെ കൂടെ കിടന്ന് വേവട്ടെ കേട്ടോ. മോളെ കഞ്ഞി കുടിക്കുക, കുട്ടികളെ വിളിച്ചോ. അവന്മാർ രണ്ടാളെയും വിളിക്കി. അതേ കഞ്ഞി കുടിക്കേണ്ട നേരമായി. അപ്പം മുകളിലുള്ളവരെ കൊണ്ട് വിളിക്കണം. ഇതാണ് നമ്മുടെ ഇന്നത്തെ അമ്മ ചിക്കൻ കറിയാണോ വെച്ച് നോക്കണമെന്ന് മണം വരുമ്പോൾ തോന്നുന്നുണ്ടാവും കേട്ടോ. ചിലപ്പോൾ നല്ല മണാ. അപ്പോൾ കായ മാത്രമുള്ള നമ്മുടെ ചിക്കൻ കറി എങ്ങനെയാ നോക്കിയേ. എന്തെങ്കിലുമൊക്കെ വെറൈറ്റി മാറി മാറി വരണ്ടേ. ഞാനേ കഞ്ഞിക്കുടിയൊക്കെ കഴിഞ്ഞ് വന്നു. അപ്പോൾ ഒരു ചെറിയ പായസം വയ്ക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. കുറേ ദിവസമായി കുട്ടികൾ പറയുന്നത് പായസം വയ്ക്കണമെന്ന്. ഓണത്തിന് വരെയൊക്കെ പ്രാവശ്യം പായസം ഒന്നും വെക്കാൻ പറ്റിയില്ല എന്ന് തോന്നണം എനിക്ക്. അപ്പോൾ ഇത്തിരി മടിയുണ്ട് ഇപ്പം എനിക്ക്. പെട്ടെന്ന് അങ്ങോട്ട് ചെയ്ത് കഴിയേണ്ട കാര്യങ്ങളേ. അപ്പോൾ അല്ലെങ്കിൽ പായസം എന്നൊക്കെ പറഞ്ഞാൽ ചടപടാ ആക്കണതാണ് ഞാൻ. ഇപ്പോൾ ഇത്തിരി പ്രായം അങ്ങനെ ഇന്നിത്തിരി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ വളരെ പെട്ടെന്ന് സിമ്പിളായിട്ട് വെച്ചെടുക്കാൻ പറ്റുന്നത് പായസമാണ് ഞാൻ വെക്കുന്നത്. അപ്പോൾ എല്ലാവരുടെ രീതിക്ക് അനുസരിച്ചൊന്നും അല്ലാട്ടോ വെക്കുന്നത്. ഞാൻ എൻ്റെ സൗകര്യാർത്ഥാണ് വെച്ചെടുക്കുന്നത്. അതാണ് പ്രത്യേകം പറയുന്നത്. പെട്ടെന്ന് കഴിയണം. അതിന് തന്നെ ഒരു കുക്കറുണ്ട്. അതിലേക്ക് കുറച്ച് നെയ്യ് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ കഴുകി വെച്ച സൂചി ഗോതമ്പാണ് കേട്ടോ. അത് ഗോതമ്പ് പായസമാണ്, നുറുക്ക്. അത് ഞാൻ കഴുകി വെച്ചതാണ്. അത് എനിക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. നെയ്യ് അധികം ഒഴിക്കും വേണ്ട. അധികം ഒഴിച്ചാലും ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഞാനേ ഇതിപ്പോൾ ഇത്തിരി ഒന്ന് ഇളക്കി ഒന്ന് ചൂടായിണ്ടാവും. അപ്പോൾ അതിലേക്ക് പച്ചവെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നൊരു മൂരപ്പ് വരും. അപ്പോൾ നമ്മളേ ഇത്തിരി ചൂടുവെള്ളം അങ്ങോട്ട് ഒഴിച്ചാൽ അടച്ച് വെച്ചാൽ ആ മൂരക്കലിൻ്റെ ഒരു ഇത് മാറും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിത്തിരി വെള്ളം ഞാൻ ചൂടാക്കാൻ അപ്പുറത്തേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത്ര വെള്ളം തേ വെച്ചിട്ടുണ്ട് കേട്ടോ. നിറച്ച് വെള്ളം ഉണ്ട് കേട്ടോ. നിറച്ചല്ല, ഒരുവിധം അത് നല്ല 1/2 കിലോനുള്ളൂ കേട്ടോ അത്. പക്ഷെ വെന്ത് വരുമ്പോൾ കുറച്ചധികം ഉണ്ടാവും. അപ്പം അത് നമുക്ക് അടച്ചു വയ്ക്കാം. ഈ കുക്കർ ഞാനുമായിട്ട് വലിയ പരിചയമില്ലാത്തൊരു കുക്കറാണ്. ഞാൻ മറ്റേ കുക്കറുമ്പോഴാണ് എപ്പോഴും അടഞ്ഞുണ്ട്. എന്നിട്ടുണ്ടാവാന്നറിയില്ല. ഇരിക്കട്ടെ. അപ്പോൾ ഇപ്പുറത്തെ അടുപ്പത്ത് ഞാൻ ശർക്കര ഇതാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുത്തിട്ട് വരട്ടെ. അപ്പം നമ്മുടെ ഗോതമ്പൊക്കെ വെന്ത് വന്നു കേട്ടോ. അപ്പം ഞാനേ ഇതാണ് നമ്മുടെ പാത്രങ്ങൾ വളരെ കുറവായ കാരണേ ഇങ്ങനത്തെ പാത്രത്തിലൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും. ശർക്കരയൊക്കെ നന്നായി ഉരുകി വന്നിട്ടുണ്ട്. അപ്പം അത് ഞാൻ അറിയാന്നുണ്ട്. ഇതൊന്നും ഇങ്ങനെ പിടിച്ചേ. അതിലേക്ക് നമ്മുടെ ശർക്കര നീരിനാട് ഒഴിച്ചു കൊടുക്കാം നമുക്ക്. ഇന്ന് തട്ടുണ്ടോ ആവി?
അപ്പം അത് അങ്ങോട്ട് നന്നായി ഒന്ന് തിളച്ച് വരട്ടെ. അപ്പം നമ്മുടെ വിസിലൊന്നും അടിച്ചില്ല കേട്ടോ, അതിനെന്തോ കംപ്ലൈൻറ്റാ. കുറച്ച് നേരം വെന്തപ്പോൾ അത് ശരിയായി. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇത്തിരി ഒന്ന് നോക്കി ഞാൻ, അപ്പോൾ അതെ വെന്തൊക്കെ വന്നിട്ടുണ്ട് കണ്ട. അപ്പം അത് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം ഇവിടെ പായസേ കളറ് കണ്ട ഇത്തിരി കുറവാ. നല്ല കറുത്ത ശർക്കര എടുത്തിട്ടുണ്ടാക്കണം കേട്ടോ ശരിക്കും പറയണെങ്കിൽ. പായസത്തിന് നല്ലൊരു കളർ വരാനേ ഇതൊരു വെളുത്തിരിക്കും. ഇനി തേങ്ങാപ്പാലും കൂടി ആകുമ്പോൾ നല്ല വെളുപ്പവും. അപ്പം അങ്ങനെ അത്രയ്ക്കും നമ്മൾ ആക്കി. അപ്പം ഞാനൊരു 3 തേങ്ങയുടെ പാലെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് 2ാം പാലാണ്. ആവശ്യത്തിനുള്ളത് ഒഴിച്ചു കൊടുക്കാം നമുക്ക്. അപ്പം ഇനി അത് നന്നായി തിളക്കട്ടെ. തിളച്ച് വരണം. തീ അങ്ങോട്ട് കത്തൽ കുറവാന്ന് തോന്നുന്നുണ്ട് എൻ്റെ ഗ്യാസിന്. ഇതൊന്ന് തിളച്ചൊന്ന് പുറുതായി വരണം കേട്ടോ. പായസത്തിൻ്റെ പാത്രം നിറഞ്ഞൂട്ടാ. ഇനി 1ാം പാൽ ഒഴിക്കുമ്പോഴാണ് നിറവ് കൂടാവോ. അപ്പം ഇത് 1ാമത്തേതാട്ടാ ഇളക്കാൻ. പായസത്തിലൊക്കെ ഉണ്ടായാലും കുഴപ്പമില്ല, നമുക്ക് കുടിച്ചൊക്കെ കഴിയും. പക്ഷേ ഇതേ ഇനി 1ാം പാൽ ഒഴിക്കുമ്പോൾ അധികം തിളപ്പിക്കൊന്നുമില്ല. ഫുള്ളായിട്ടാ ചട്ടി. ഇനി ഒന്നുകൂടി കട്ടിയാവുകയാണ് ചെയ്യേ ഇത്. അപ്പം നമ്മുടെ പായസം ഞാനൊരുവിധം തിളപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ചിലപ്പോഴേ വൈകുന്നേരം വരെയൊക്കെ ഇരിക്കുമ്പോൾ അതിങ്ങനെ ഇതാവും. അപ്പോൾ അതിലേക്ക് നമുക്ക് നമ്മുടെ ഏലക്കായ പൊടിച്ചതാണ് ഇട്ട് കൊടുക്കാം. ഇനി തീ ഓഫ് ചെയ്യാം കേട്ടോ. നമുക്ക് മതി. ഇനി ഇരുന്ന് കുറച്ച് നേരം കഴിയുമ്പോൾ കട്ടയും. അപ്പോൾ ഞാൻ വറുത്തിടട്ടെ ഇതിൽ കുറച്ച്. അതും കൂടെ വന്നാലേ പായസത്തിൻ്റെ ഒരു ഇത് വരുള്ളൂ. പിന്നെ ഞാൻ പഴം ഉണ്ടോ നോക്കിയിട്ടാ. പഴം തീർന്നിരിക്കും ഇവിടെ. എന്ത് പഴമുണ്ട് അതിന് പറയാം പായസത്തിലിടുന്ന പഴം? കദളി നെതിക്കദളി ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞു ഇപ്പോൾ. അപ്പോൾ അത് വേണ്ടാന്ന് അങ്ങോട്ട് വെച്ചു. ഇത് ഉരുളിയിലൊക്കെ കാണാൻ നല്ല ഭംഗിയല്ലേ. എൻ്റെ ചട്ടി അത്ര നല്ലതല്ലല്ലോ. അപ്പോൾ വറുത്തിടാൻ്റെ പണി നോക്കിയാലോ. ഇനി നെയ്യ് ഒഴിക്കുന്നു. രണ്ടും കൂടി ഒരുമിച്ചാണ് വെച്ച് നോക്കണം കേട്ടോ. ഒരുമിച്ചിടും ഞാൻ. ഒരെണ്ണം മൂക്കുമ്പോൾ എടുക്കും. അപ്പോൾ മറ്റേത് അത്ര മൂത്താൽ മതി എന്ന് വിചാരിക്കും. നേരം വൈകിട്ടാ അതാ. അപ്പോൾ ദൈലിക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അണ്ടിപ്പരിപ്പ് ഞാനേ മുഴുവനായിരുന്നു. അപ്പോൾ ഞാനൊന്ന് ഇട്ട് ചതച്ചു. അപ്പോൾ അത് പൊടിയായി. നെയ്യ് കുറച്ച് കുറവാണെന്നുണ്ടല്ലേ. ഒരല്പം കൂടെ നെയ്യ് ഒഴിച്ച് കൊടുത്താൽ നമുക്ക്. അപ്പോൾ നമ്മളിതേ ഒക്കെ നന്നായി ക്ലീനായി വന്നു. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുത്താലോ.
പായസത്തിൽ ഇട്ട മറ്റേ ഇതൊന്നും കാണാനില്ല അല്ലേ? ഉണ്ട് കേട്ടോ, നിറച്ച് ഞൊട്ടതാവണ്ട, കടിയിൽ പൊട്ടുപോയി. നമ്മുടെ പായസം കണ്ട അടിയിൽ നിന്ന് ഇളക്കിയപ്പോൾ കണ്ട ഇതല്ലേ. അപ്പോഴേ അടുത്ത ചീഞ്ചട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ചിക്കനാണ് ഞാൻ സാമ്പാറെന്നൊക്കെ ഉദ്ദേശിച്ചത്. പക്ഷെ കുറേ ദിവസമായി ഇവിടെ ചിക്കൻ മേടിച്ചിട്ടേ. അപ്പോൾ ഞാൻ വിചാരിച്ചൊന്ന് ചിക്കൻ ആവാം. അത് അവിടെ വെളിച്ചെണ്ണ ഒഴിക്കാൻ വൈകിയപ്പോഴേക്കും അവിടെ എന്തോ കരിഞ്ഞു. ചിക്കൻ വെക്കാനൊന്നും അധികം മെനക്കേടുള്ള പണിയല്ല, അതൊന്നും എനിക്ക് ബുദ്ധിമുട്ടല്ല. പക്ഷെ പായസം വെക്കാൻ നല്ല ഇത്തിരി ബുദ്ധിമുട്ടാട്ടാ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ തേങ്ങാപ്പാൽ, തേങ്ങ ചിരകൽ, പാലെടുക്കൽ, അങ്ങനെ ഞാൻ ഒരുപാട് സ്പീഡിൽ ചെയ്യുന്ന കാരണം പടപടാ കഴിയുന്നതാ. അല്ലെങ്കിൽ ആയം പോലെ ഇത്തിരി ഇതുള്ളവരാന്ന് വെച്ചാൽ കുറേ സമയം എടുക്കും പായസമൊക്കെ വയ്ക്കാനായിട്ട്. അപ്പോൾ ഞാൻ ചിക്കനൊന്നും വെക്കാൻ എനിക്കൊരു ബുദ്ധിമുട്ടില്ല, കറികളൊന്നും വെക്കാൻ എനിക്കൊരു ബുദ്ധിമുട്ടില്ല. സാമ്പാർ ഇത്തിരി ബുദ്ധിമുട്ടായിട്ട് തോന്നാറുണ്ട്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വറക്കണം, അതിൻ്റെ ഉള്ള സാധനങ്ങളൊക്കെ എടുത്തിടണം, ഉള്ളി ഇടണം, വെളുത്തുള്ളി, അങ്ങനെയുള്ളതൊക്കെ ആകുമ്പോൾ ഒത്തിരി ഇതായിട്ട് തോന്നാറുണ്ട്. പിന്നെയുള്ള കറികൾക്കൊന്നും എനിക്ക് ബുദ്ധിമുട്ടില്ല. പിന്നെ കുറേ പണിയെടുക്കുമ്പോൾ എല്ലാം ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതേ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മറ്റേ മസാല ഒക്കെ കൂടിയിട്ടു. നമ്മൾ സാധാരണ വെക്കണമെന്ന് കേട്ടോ, ചിക്കനൊന്നും വെക്കുന്നത് എന്നിട്ടാ അത്ര ഇതല്ലല്ലോ. ഒരു മല്ലിപ്പൊടി ഇത്തിരി കുറവാണ്, എൻ്റെ ബിന്ദു എടുക്കാൻ പോയിന്റ്. അപ്പം അതൊക്കെ ആയി വന്നോടുകൂടി നമുക്ക് നമ്മുടെ തക്കാളിയിൽ ഇട്ട് കൊടുക്കുക. വെറുതെ കേട്ടാ, കഷ്ണമൊന്നും ഇടുന്നില്ലെന്നും. ഒന്നായി വരട്ടെ, പതുക്കെ തേയിൽ കിടന്നിട്ടേ ഒന്നാവുമ്പോഴാണ് അതിൻ്റെ ഒരു ഇതുണ്ടാവുള്ളൂ. ഒരിത്തിരി കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. നമ്മളിവിടെ ഈ 10 രൂപയുടെ പാക്കറ്റുകളില്ലേ, ഏറ്റവും ടോപ്പ് സാധനം കേട്ടോ അത്, സാമ്പിളാണേ. അപ്പോൾ ഏറ്റവും നല്ലതായിട്ട് എനിക്ക് തോന്നാറുള്ളത് അതാ. അത് കൊണ്ടുവന്ന് തന്നതിന് ശേഷമാണ് ഒരു വലിയ പാക്കറ്റ് കൊണ്ടുവരിക നമുക്ക്. അപ്പം അതങ്ങോട്ട് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും നല്ലതായിട്ട് കിട്ടും നമുക്ക്. അപ്പം അതൊക്കെ ഒരു വിധം ആയി വന്നു. അപ്പം നമ്മുടെ ചിക്കൻ വിളിക്കൊന്നും വേണ്ട, അവിടെ തിരക്കാവും. നമ്മുടെ ചിക്കൻ അവിടെ ഇട്ട് കൊടുക്കാം. ചിക്കനല്ലേ ഞാൻ കുറച്ച് തേങ്ങാപ്പാൽ, ചാറില്ലെന്ന് വേറെ കറിയൊന്നും ഇല്ലല്ലോ. അപ്പോൾ തേങ്ങാപ്പാൽ ഒഴിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വിചാരിച്ചാൽ, നമ്മുടെ മറ്റേ നാളികേരപ്പാൽ പിഴിഞ്ഞല്ലോ, അതിൽ കുറച്ചധികം കടന്നു. അപ്പം ഞാനത് അധികം എന്ന് പറയാനൊന്നുമില്ല, നമ്മുടെ പാത്രത്തിൽ അത് കൊണ്ടില്ല, അപ്പം അധികമായി അത്. അല്ലെങ്കിൽ ഇതും കൂടി ഒഴിച്ചാൽ ഇവിടെ കുടിക്കാൻ ആൾക്കാരൊക്കെ ഉണ്ട്, പായസത്തിന് ടേസ്റ്റും ഉണ്ടാവും, കുറയൊന്നുമില്ല ഒട്ടും. അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ പാല് കളയും വേണ്ടല്ലോ, അപ്പോൾ അതില്ല ഒഴിക്കാം. ഒത്തിരി ചാറോടെ ഇരിക്കട്ടെ, ചാറോടെ ഇരിക്കണം. കാരണം എന്താണെന്ന് വെച്ചാലേ നമുക്ക് ചാറ് ആവശ്യമാണല്ലോ. ഉണ്ടാ ഇത്ര ചാറായിക്കോട്ടെ, അല്ലെങ്കിൽ സർലാസ് ഉണ്ടാക്കിയിട്ടാ ഞാൻ. അതിനുള്ളിലേക്ക് ഇത്തിരി മല്ലിയില, വേപ്പിൻ്റെ ഇല, ജംഗമ വസ്തുക്കളൊക്കെ ചേർത്തു ഞാൻ. മതി. ഇനി ഒന്ന് വറ്റുമ്പോൾ ഒന്നും കൂടി ചാറ് കുറയേ. അപ്പോഴേ ഇതേ കണ്ട പച്ചപ്പയർ ഉണക്കി നമ്മൾ മണിയെടുത്തതല്ലേ ചേച്ചിയെ? ചേച്ചി ഇത് ചേറിയെടുക്കുന്നതാ, ചവിട്ടാർന്നു കേട്ടോ ഞാൻ. ചോപ്പ പയർ, പച്ചപ്പയറല്ല ചോപ്പ പയർ ഉണക്കി ആദ്യമൊക്കെ ഞാൻ കാണിച്ചു തന്നിട്ടില്ലേ നിങ്ങൾക്ക്? അതന്നെ. ഇനി അതുകൊണ്ട് നാളെ നമ്മൾ എലിശ്ശേരി വയ്ക്കും. പയറും മത്തങ്ങ എലിശ്ശേരി നല്ല ടേസ്റ്റാണ്. അത് വെടുപ്പാക്കിയില്ല കേട്ടോ, വെടുപ്പായി വരുന്നുള്ളൂ.
പിന്നെ പയറും കായും വെക്കും. അങ്ങനെ പല വിധത്തിലായി ഞങ്ങൾ കറികളായി കഴിച്ചത് അല്ലേ ചേച്ചിയെ? അങ്ങനെ ഞാൻ ഒല്ലൂരിക്ക് നേരെ ഒല്ലൂരിക്കാ പോന്നേ. അപ്സനെ ഒല്ലൂര് കൊണ്ടിറക്കി. അപ്പൊ ഞാൻ ഒല്ലൂരെത്തി. ഇവിടെ ഒരു ചെടി വെച്ചിട്ടല്ലോ ഈ ചെടി കിട്ടി നല്ല ഭംഗിയുള്ളതാണോ ചെടിയാണോ ഇവിടെ വയ്ക്കാനോ? ഇതാണ് ഇങ്ങനത്തെ അരിയുള്ള ചെയ്യുമ്പോഴൊക്കെ പറഞ്ഞിട്ടുണ്ടാകുന്ന ഒരു ദിവസം പുതിയതായിട്ടത് നല്ല ഭംഗിയിലാണ്. അതിന്റെ ഇലക്ക് വേറെ കളറല്ലോ വരണം മുളക്കണ ഇലക്ക് കൂമ്പായിട്ടത്. ഇപ്പൊ ദേ എൻ്റെ മോളൂടെ നിൽക്കുന്നുണ്ട്. ക്ലാസ്സില്ല അല്ലേ? സ്റ്റഡി ലീവാ. അപ്പം അങ്ങനെ അകത്തേക്ക് നമുക്ക് പോകുമ്പോൾ ഞാൻ വന്നിട്ട് കുറച്ച് നേരമായിട്ടാ സുജിമോൻ ഉണ്ടായിരുന്നില്ല ഇവിടെ. അപ്പോൾ ഞാൻ കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞും മറിഞ്ഞും വന്നപ്പോഴേക്കും സുജിമോള് വന്നു. നമ്മുടെ അച്ഛനും അമ്മയും കേട്ടാ വേദന അങ്ങോട്ട് കയറി വരുമ്പോഴേ. അപ്പം ഞാൻ വരുമ്പോൾ അപ്സുവിൻ്റെ കൂടെ വന്നപ്പോൾ കുറച്ച് പച്ചക്കറി കുറേ ദിവസമായി പച്ചക്കറിയൊക്കെ കൊണ്ടുവന്നിട്ടേ. അപ്പോൾ ലേശം പച്ചക്കറി കൊണ്ടുവന്നു. ദേ മോളുട്ടി ബിരിയാണി വയ്ക്കാൻ പോവാള്. ചിക്കൻ ഇരിക്കില്ല അതിൻ്റെ ഉള്ളിൽ എടുക്കും. ചിക്കൻ എടുക്കും. അപ്പോൾ ദേ കുറച്ച് മുന്തിരി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് ഉപ്പിലിട്ടിട്ട് ആള് ഉപ്പ് വെള്ളത്തിൽ കഴുകാൻ ഇട്ടിട്ട് 2 മുന്തിരി കഴിക്കും. കണ്ട ഇരിക്കുന്ന കണ്ട വണ്ണം വെച്ചിട്ട് കണ്ട എല്ലാവരും. പിന്നെ എൻ്റെ സുജമോള് പറയപ്പോൾ ക്ലാസ്സിലുള്ള പിള്ളേരൊക്കെ അങ്ങനെ ഇനി അമ്മ വന്നു. ബിരിയാണിയിലേക്കുള്ള സബോള അരിഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ മോനെ? മരിഞ്ഞായിരുന്നാ? എന്നിട്ടാ കുക്കറിൽ വല്ലതും വെച്ചാ? കുക്കറിൽ എണ്ണയും അല്ല ഡാൽഡയും നെയ്യ് ഒഴിച്ചു അല്ലേ? ഇത് മസാലകളല്ലേ? പട്ടയും എന്നിട്ട് കിട്ട പിന്നെ ഗ്രാമ്പും ഏലക്കായും. എന്നിട്ട് പിന്നെ പച്ചമുളക് സബോളയും കുറച്ച് പച്ചമുളക്. എന്നിട്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. 3 ഗ്ലാസ് അരിക്ക് 6 ഗ്ലാസ് വെള്ളം വേണ്ട പിന്നെ? 2 ഗ്ലാസ് വേണ്ട, 1.5 ഗ്ലാസ് മതിയല്ലേ? വെള്ളം ഒഴിക്കാം. ശരിക്കുള്ള ബിരിയാണി വെപ്പൊന്നല്ല കേട്ടോ. അമ്മയുടെ പോലെ ഇനി മക്കളും അറിയണ പോലെ വെക്കും. വെള്ളം വെള്ള ബിരിയാണിയാണോ അതോ മഞ്ഞ ബിരിയാണിയാണോ? വെള്ള ബിരിയാണി. മഞ്ഞപ്പൊടിയിട്ട് മഞ്ഞ ബിരിയാണിയോ ഉപ്പിടാലോ പോലെ. വേഗം എപ്പോഴിടയ്ക്കിടയ്ക്ക് ബിരിയാണി കഴിക്കുന്നവരാണേ. എനിക്കാണ് ഇത് ഇത്തിരി ബുദ്ധിമുട്ട്. ബിരിയാണി കഴിക്കാൻ ഏറ്റവും എളുപ്പമാണ് എന്ന് പറയെങ്കിലും അറിയാത്തവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാട്ടാ. ചെറുനാരങ്ങ അല്ലേ? അരി കുഴയാണ്ടിരിക്കാൻ ചെറുനാരങ്ങ അമ്മ കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല വെള്ളം കിട്ടണത്. കൊതുവാണ് ഈ നേരായ കാരണേ. വെള്ളം തിളച്ചു, അരിയിടുന്നു.
ബിരിയാണിയിൽ മറ്റേ അതൊരിക്കലും കാണിച്ചില്ലല്ലോ പോലെ നല്ല മണട്ടാ. മറ്റേ പൈനാപ്പിൾ എസൻസ് ഒഴിച്ചപ്പോ നല്ല മണം. ഒരു ദിവസം എൻ്റെ പിള്ളേർക്ക് ഞാൻ ബിരിയാണി വെച്ച് കൊടുക്കണം. ഇന്നാള് വെച്ച് കൊടുത്തിട്ട് നന്നായിട്ടാ. ഞാൻ മക്കളോടൊക്കെ ചോദിക്കും, അല്ലെങ്കിൽ നമ്മുടെ യൂട്യൂബിലത്തെ ഇതുണ്ടല്ലോ അതൊന്ന് നോക്കും. ചിലത് അതിൽ നോക്കി ഉണ്ടാക്കിയാലേ നമ്മൾ പെടും, ശരിയാവില്ല. നമുക്കൊരു ഐഡിയ വേണം, എന്നിട്ട് വേണം. എനിക്ക് ഇന്നലെ ഉണ്ടാക്കാനൊരു ഇതുള്ളൂ. ഇനി ഇത് അതിൽ കിടന്ന് വറ്റണ, ഇതില് കിടന്ന് ഇതിലത്തെ വെള്ളം ഒന്ന് ഇതാവില്ലേ, കുഴയ പോലെ ആവില്ലേ, അപ്പൊ അടയ്ക്കും. ഞാൻ ഇപ്പൊ അടക്കില്ല അല്ലേ? അടച്ച ചിലപ്പോ വെന്ത് കൂടും. ഈ കുക്കർ ഉപയോഗിക്കാത്ത കുക്കറാണേ, എനിക്കറിയില്ല ഇതിലത്തെ ഇങ്ങനെ എന്താ എങ്ങനെ വേവാന്ന്. അപ്പൊ ഞാൻ അങ്ങനെ അടക്കാറ്. ഇത് ഇങ്ങനെ നല്ല പരണ്ട് വരുമ്പോ അടച്ചു വെക്കും. എന്നിട്ട് ഒരു വിസിൽ വന്ന് അപ്പന്നെ തുറക്കും. അപ്പൊ കുഴപ്പമില്ല. അല്ലെങ്കിൽ ഒന്നും കൂടി അടക്കില്ലോ. ഒരാവശ്യം എത്ര പ്രാവശ്യം ഉണ്ടാക്കിയാലും ചിലപ്പോ തെറ്റും. എക്സ്പെർട്ടുകൾക്ക് ഇന്നിപ്പോ അത് ശരിയാവും. എന്നുവെച്ചപ്പോ പ്രത്യേകിച്ച് ആരും അഭിപ്രായം പറയാനുള്ളവരൊന്നും ഇല്ലല്ലോ, അത് കാരണം കൊഴപ്പുണ്ടാവില്ല. അല്ലെങ്കിൽ 4 ആള് വരുന്ന നേരത്തെ ഉണ്ടാക്കാതെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് പോയി കയ്യിൽ പോയി. ഇപ്പൊ ദേ പായസം കുടിക്കുന്ന അച്ഛൻ. അപ്പൊ ദേ ഇനി പായസം എന്ന് പറഞ്ഞേ. ചൂട്ടുണ്ടായാ? ഞാൻ ചൂടാക്കിയതാണ്. കണ്ട ഉച്ചക്ക് നമ്മള് കണ്ടേക്കാട്ടിൽ ഇത്തിരി കട്ടിയായിട്ടത് കട. പക്ഷെ കളറില്ല അല്ലേ ഏട്ടാ, വെളുത്തിരിക്കല്ലേ. എന്റെ മോള് ചോദിക്കുക പഞ്ചസാര ഇട്ടിട്ടാണോ ഉണ്ടാക്കി വെക്കുന്നത്. പക്ഷെ എനിക്ക് ആ കളർ ഇഷ്ടാട്ടോ അധികം ഇങ്ങനെ. വെള്ള ശർക്കര. ഞാനത് അപ്പനവരോട് പറഞ്ഞിട്ടുണ്ട്, നല്ല കറുത്ത ശർക്കര ഇട്ടിട്ട് ഉണ്ടാക്കിക്കോളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോഴാണ് നല്ല കറുത്ത കളർ വരിക. ഇപ്പൊ പണ്ടത്തെ പോലത്തെ കറുത്ത ശർക്കര വരുന്നില്ലേ? അതന്നെ പണ്ടത്തെ പോലെ. ഇഞ്ഞത് പായസത്തിലേക്കാന്ന് പറഞ്ഞ് ഞാൻ ചോദിച്ചു, പായസത്തിലേക്ക് വേറെ ഉണ്ടോ ചേട്ടാന്ന് ചോദിച്ചപ്പോ ആ ചേട്ടൻ പറയില്ല ഇത് തന്നെയുള്ള ഇത് എന്റെ കുറച്ച് കറുത്ത തന്നെ അടുത്തുട്ടാ. വേണ ഏത് പാകാവുമ്പോഴടക്കിന് മോനെ ഞാനും കണ്ടുപിടിക്കട്ടെ. അപ്പൊ അവിടെ ഒന്ന് വെക്കാലോ. കഞ്ഞിയായി നല്ല കട്ടിയ കഞ്ഞിയായി അല്ലേ? പാകം വടക്ക്. എന്നിട്ട് നീ തീ കത്തിക്കോ? ഒരു വിസിൽ വരുത്തും അല്ലേ? ഓക്കെ. പെട്ടെന്ന് വരുന്നുണ്ടല്ലോ വിസില്, ചൂടായതല്ലേ. അപ്പൊ കുക്കർ കാണാനും മുന്നേ ഇറക്കി അങ്ങോട്ട് കൊണ്ടിറക്കി വിസിൽ വന്നപ്പോ ഇറക്കി വെച്ചു അല്ലേ? നീ ചൂടാറും അത് വിസിൽ പോകുമ്പോ അതിന്റെ എയർ പോകുമ്പോ റെഡി ആയി പാകമായിട്ടിരിക്കണ്ടാവും പ്രതീക്ഷിക്കാം. അപ്പൊ എന്തിനാ ചീഞ്ചട്ടി വെച്ച് നോക്കണ്? അണ്ടിപ്പരിപ്പ് വറക്കാൻ, പിന്നെ ചിക്കൻ വെക്കാൻ. ചിക്കൻ കുറച്ചിരിക്കിൻ്റെ കൂടെ, പിന്നെ ഞാൻ കുറച്ച് കൊണ്ടുവന്നുണ്ടല്ലോ. അപ്പൊ രണ്ടും കൂടി അങ്ങോട്ട് മിക്സ് ആക്കാന്ന് വിചാരിച്ചു. കശുവണ്ടിയുടെ പകുതി ആക്കാളു. അങ്ങനെ ആക്കണമെങ്കിൽ ആക്കാൻ കുഴപ്പമൊന്നുമില്ല. സവാള വറക്കാനാവൂല നീ? ഒറ്റ ട്രിപ്പായിട്ട് ഇടൂല്ലോ അങ്ങനെ. സബോളിന്ന് പതിയെ ഇടുന്നില്ല. നമ്മുടെ റോയൽ ജോസായിട്ടുണ്ട് അവിടെ നിന്നൊക്കെ സബോള ഇഷ്ടം. എനിക്ക് ആ മുന്തിരി ഇല്ലേ, മുന്തിരി അച്ഛന് കുളിക്കാൻ വേണം ഉണ്ടാക്കാട്ടാ. എനിക്ക് മുന്തിരിയൊക്കെ അണ്ടിപ്പരിപ്പൊക്കെ നല്ലോണം ഇടണതാ എനിക്കിഷ്ടം. അതൊക്കെ കൂട്ടി തിന്നുമ്പോഴാ. അതെ മുന്തിരി പുളിയല്ലേ?
ഒരു മധുരമില്ലേ അതിന്? അവൾക്ക് മുന്തിരി ഇഷ്ടമല്ല, പക്ഷെ അണ്ടിപ്പരിപ്പും ഇതൊക്കെ ഇഷ്ടം. അത്രയായി മതിയില്ലേ അമ്മനെ? അതൊക്കെ വക്കിൻ്റെ അവിടെ നിന്ന് മാറ്റി വയ്ക്കത് അങ്ങനെ. അപ്പോൾ അതൊക്കെ നിലത്തേക്ക് തട്ടിയിട്ടാ കണ്ടൊക്കെ ഒന്നും തോരോ സബോളയല്ലേ? ഇതൊന്നും ചെയ്യണില്ലാന്നുകൊണ്ട് ഇപ്പൊ ഞാൻ ഇപ്പൊ വീഡിയോ കാണണമല്ലൊന്നും വഴറ്റിടണം, ഇങ്ങനെ വറുത്തിടണ പരിപാടിയൊന്നും കാണാനില്ല. ഇപ്പൊ നെയ്യ് കുറച്ചങ്ങോട്ട് ഒഴിക്കും അതന്നെ. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അത് വലിയ കുഴപ്പമൊന്നുമില്ല. എനിക്ക് വലിയ ഇഷ്ടമല്ല ബിരിയാണി എങ്കിലും. എനിക്കും ഇഷ്ടമല്ല. എനിക്ക് ആ സൂററ്റെ പോയിട്ട് ആ ട്രെയിനിന്ന് ആ ബിരിയാണി കഴിച്ചോടുകൂടി ആകെ ഇത്തിരി ഇഷ്ടണ്ടായിരുന്നു. അതും ഇഷ്ടമില്ല. അതും ഇഷ്ടല്ല എനിക്ക്. ചിക്കൻ കറി 2 കഷ്ണം ചിക്കനുള്ളോട്ടാ ബാക്കി അമ്മ കൊണ്ടുവന്നതുണ്ടല്ലോ, അതും കൂടി അങ്ങനെ മിക്സ് ചെയ്ത് എല്ലാവർക്കും കഴിക്കാം. പിന്നെ തൈരിലേക്ക് അതൊക്കെ ഒന്ന് അരിഞ്ഞ് അതൊന്ന് ശരിയാക്കി തിന്നാണ്. വൈകുന്നേരം തൈര് കുഴപ്പമുണ്ടോ? ആർക്കാ? ഉണ്ണിമോൾക്ക്. പിന്നെ ആർക്കും കുഴപ്പമില്ല. അവൾക്ക് തൈര് വേണം ബിരിയാണി, കുഴപ്പമില്ല. തൈര് ഭയങ്കര ഇഷ്ടല്ലേ, അപ്പോൾ അതവർക്ക് നിർബന്ധമാണ്. ഒക്കെ കൂടി ഞാൻ വെക്കുന്ന പോലെ ഇനിയാട്ടാ വെക്കാത്ത, പ്രത്യേകിച്ചൊന്നും കാണിക്കാല്ലേ മോനെ. ചിക്കൻ വെക്കലൊന്നും പ്രത്യേകിച്ചില്ല. ചിക്കൻ വെക്കാൻ ഏറ്റവും എളുപ്പമുള്ള പണിയാണ്. അപ്പോഴേ ഇവിടെ ഇറച്ചി ഇത്തിരി കുറവായിരുന്നു. അപ്പോൾ ഇത് ഉള്ളതൊക്കെ കൂടി ഉരുളക്കിഴങ്ങിട്ടിട്ടാക്കിയിട്ട് കേട്ടാ. അപ്പോൾ അത് ബാക്കിയുള്ളത് അമ്മ കൊണ്ടുവന്നതിലേ ഇടുക. അപ്പം ഇഷ്ടം പോലെ കണ്ട ഇങ്ങനെയാണ്. കുറവ് കറീൻ്റെ ആകുമ്പോൾ കൂട്ടി ആക്കുക. എല്ലാം കൂട്ടി മിക്സ് ചെയ്തപ്പോൾ കറിക്ക് ക്ഷാമല്ലുണ്ടായി. സർലാസ് അല്ലേ മോനെ? എന്ത് സർലാസ് ഉണ്ടാക്കാം? ഉണ്ണിമോൾക്കാണെങ്കിൽ സർലാസ് വേണേ. അവൾക്ക് ചിക്കനൊന്നും അത്ര ഇഷ്ടമല്ല. അവൾക്ക് സർലാസ് കൂട്ടി കഴിക്കാൻ ഇഷ്ടമാണ്. തന്നെയല്ല സർലാസിൻ്റെ പരിപാടി കഴിഞ്ഞു കേട്ടോ. സൂപ്പറായ? ഉപ്പത്തിരി കുറവാ. അമ്മ ഒരു ലേശം പഞ്ചസാര ഇടും, പഞ്ചസാര. അപ്പം നല്ല രസമാണ്. എൻ്റെ കുട്ടികൾ പറയും കടയിലത്തെ അടിപൊളിയായിട്ടമ്മ എന്തുണ്ടാക്കി കൊടുത്താലും പിന്നെ അങ്ങനെ പറയില്ല. കാരണം പോട്ടെ എന്ന് പറഞ്ഞാൽ പിന്നെ കിട്ടില്ല. അത് കാരണം എല്ലാം ഉണ്ടാക്കി കൊടുത്താൽ നല്ലതാ അമ്മേ സോറി ഒരുത്തൻ. അപ്പോൾ അതെ അച്ഛന് ചുക്ക് വെള്ളം. അച്ഛന് തന്നെയല്ല അമ്മയ്ക്കും കൂടി വെച്ചതാ. ഇഞ്ചിയിട്, ഒരു കഷ്ണം ഇഞ്ചിട്ടോ. കുരുമുളക് പൊടി ഇനി ഇല്ലെങ്കിൽ ഇടണ്ട. ഞാൻ അടുത്ത പ്രാവശ്യം വരുമ്പോൾ കൊണ്ടുവന്നേരാം കേട്ടമ്മ. ഇപ്പോൾ എന്നിട്ട് ആടലോടകം തുളസി പിന്നെ എന്നിട്ടിട്ട് പിന്നെ വേറെ പൊടി ജീരകല്ലേ? ജീരകല്ലേ ഇട്ടത്? ജീരകം ഇട്ടു. തിരിച്ചാറുണ്ടായിക്കോട്ടെ മോനെ. വെള്ളം ഇത്തിരി കൂടി കട്ടിയാവണ്ടേ? അതിന് കട്ടിയാവും മോനെ. അമ്മ ഉച്ചയ്ക്ക് വെച്ചിട്ട് നല്ല കട്ടിയാവുക ചെയ്തത്. ഉരുളക്കിഴങ്ങ് എന്തെങ്കിലും നിർത്തിക്കോട്ടാ. ചിക്കൻ എന്തായാലും വേവും. ചിക്കനൊന്നും അപ്പോൾ അത് മതി. കാരണം എന്താണെന്ന് വെച്ചാലേ ചാറ് വേണ്ട. തിരി ഉരുളക്കിഴങ്ങ് നല്ല രസമുണ്ട്. നല്ല രസം ഉരുളക്കിഴങ്ങ്. ഉപ്പ് വേണം. ഇട്ടിട്ടിട്ടിട്ട് ഉപ്പ് 2-3 വട്ടായാലും ഇടുന്നു. പേടിച്ചിട്ടിട്ടത്. ഒരു തുണ്ണു കൂടി ഇട്. സബോള ഇട്ടിട്ട് ഒരു മധുര രസം നിൽക്കുന്നു. നമ്മൾ സബോള ഇടാറായില്ലേ അപ്പോൾ. സബോള ഇട്ടിട്ട് മറ്റേ ടൊമാറ്റോ സോസും മറ്റേതൊക്കെ ഒഴിച്ചു. മാള് ഒഴിക്കണ മാതിരി അതൊക്കെ ഉണ്ട് ഇപ്പൊ. അതൊക്കെ ഒഴിച്ചു അതില് അതാണ് ആ മധുര രസം നിൽക്കുന്നത്. കുഞ്ഞിന് നല്ല ഇഷ്ടമാണ്. ഒരു ചെറിയ മധുരം നല്ല എരിവുള്ളത്. കുഞ്ഞിനാണ് സോയാ സോസും വെറൈറ്റി അതൊക്കെ ഒഴിച്ചിട്ടുണ്ട്. അത് ഞാൻ കാണിച്ചില്ല കേട്ടോ. അതൊക്കെ ഒഴിച്ചിട്ടുണ്ട് ആള്. ഒരു മധുര രസമാണ് കറിക്ക്. അത് ഇഷ്ടമുള്ളവരും ഇഷ്ടപ്പെടുന്നവരുണ്ടാവും. അതല്ലേ ഈ വെറൈറ്റി ഫുഡുകൾ ഇഷ്ടപ്പെടുന്നു. നാടൻ വെക്കുമ്പോൾ നമ്മൾ അതൊന്നും ചേർക്കാറില്ലല്ലോ. നമ്മൾ നാടൻ തന്നെ അടിച്ച് കയറ്റി എൻ്റെ പിള്ളേർക്ക് നാടൻ കുരുമുളകിൻ്റെ എരിവ് അതൊക്കെ നന്നായി നിൽക്കണ കറിയാണ് ഞാൻ വയ്ക്കുക. അപ്പോൾ അത്
സെറ്റ് ചെയ്യാട്ടാ. തുറന്ന് നോക്കട്ടെ എന്തായി. തുറന്ന് നോക്കൂ എന്തായി. കുഴഞ്ഞിട്ടില്ല തോന്നുന്നു. ആ കുഴപ്പമില്ലാന്നുണ്ടല്ലേ, ഡ്രൈ ആയിട്ടിരിക്കുന്നില്ലേ? ആ അത് മതി. അപ്പോൾ ഒരു ലെയർ അതിട്ടു, ഒരു ലെയർ ചോറ്. ഇപ്പം ഇതിൻ്റെ അടിയിൽ ഒരുപാട് കമൻറ്റ് വരും കേട്ടോ. ഇങ്ങനെയൊന്നും ചെയ്യണ്ട സുജമോളെ, ആ അങ്ങനെ ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് വരും. അതങ്ങനെയായാലും കുഴപ്പമൊന്നുമില്ല കേട്ടാ. ഇത് ഇതിലിട്ട് ഇളക്കി മാത്രം. ചിലവര് ഇങ്ങനെ അങ്ങനെ ചെയ്യാത്തവരൊക്കെ പറഞ്ഞു തരും. ഇത്തിരി കൂടി എസൻസ് ഒഴിച്ച് കൊടുക്കാം അല്ലേ? അത് ചോദിക്കണ്ട കേട്ടോ മോനെ, ഇത് തുണ്ട് ഒഴിച്ചാൽ മതി. അതിൻ്റെ മണം അധികം എനിക്കിഷ്ടമല്ല. എന്നാൽ ഒരു മണം വേണേ. പിന്നെ ഒരല്പം നെയ്യും അതിൻ്റെ മുകളിൽ കൂടെ അങ്ങോട്ട് ഒഴിച്ചാൽ അങ്ങനെ മതി. അപ്പം അങ്ങനെ ബിരിയാണിയുടെ പരിപാടി. അപ്പോൾ അതേ മോൻ വന്നു കേട്ടാ. അപ്പോൾ സാരിയുടെ പറഞ്ഞു മോനെ മുളുവോ കെട്ടിട വലിച്ചുണ്ടാവൂല്ലേ? വലിക്കാത്തതാർന്നു. അപ്പോൾ വലിച്ചെടുക്കുന്നത് കൊണ്ട് കാണിച്ചു കയ്യിലത്തെ നൂല് ഉണ്ടാ അങ്ങനെ വലിച്ചെല്ലാതും കഴിയുമ്പോഴാണ് കെട്ടിടുന്ന കാര്യങ്ങളൊക്കെ അറിയായിരിക്കും വേണമെങ്കിൽ എല്ലാവർക്കും. പിന്നെ അറിയാത്തവരൊക്കെ ഉണ്ടാവും. അങ്ങനെ അവിടെ വരെ വലിക്കുമല്ലോ ഉണ്ണിയെ, അവിടെ വരെ വലിക്കുക. മുട്ടിച്ച് വലിക്കലേ, അവിടെ കട്ട് ചെയ്തിട്ടുണ്ട്, ഈ സൈഡ് കട്ട് ചെയ്തിട്ടുണ്ട്. സൈഡ് ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഇങ്ങനെ വരില്ല. ഇതൊരു നൂലാ. അല്ല അതിന്റെ അവിടെ വരെ ആ പച്ച കാണുന്നത് മുഴുവനും വലിക്കില്ലേ? ഇത് ഇവിടെ വരെ വലിക്കുള്ളൂ. പച്ച വേണം, നിർഭംഗി ഉണ്ടാവുള്ളൂ അല്ലേ? അപ്പം എടുക്കലൊക്കെ കഴിഞ്ഞാൽ ഇത് കെട്ടിട്ട് വരിക കേട്ടാ. കെട്ടിടാന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അങ്ങനെ അങ്ങോട്ട് കെട്ടിടുക, അത്ര തന്നെ. അഴിയില്ലല്ലോ മോനെ കെട്ട്. അമ്മയുടെ അപ്പം അതിൻ്റെ കെട്ടില്ല അവിടെ പശ വയ്ക്കും അല്ലേ? അമ്മയുടെ ആദ്യം ചിലതൊക്കെ കുറേ കഴിഞ്ഞിരിക്കുന്നുണ്ട്. പോളിസ്റ്റർ ചേർന്നിട്ടുള്ള എൻ്റെ ആണെങ്കിൽ അഴിയൂല്ലേ? മറ്റേ കൊണ്ടോപ്പതിൻ്റെ ഒന്നും എൻ്റെ മോൻ. അപ്പം ദേ സാരി തലയൊക്കെ കെട്ടിട്ട് കഴിഞ്ഞു. അപ്പോൾ ഇന്ന് കടയിൽ നിന്ന് വന്നതിന് ശേഷം മോളുടെ കാര്യങ്ങളും മറ്റുള്ളതൊക്കെ കണ്ടില്ലേ? അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷം കേട്ടോ. അപ്പോൾ സമയമായി, ഒരുവിധം 9-9:30 ആയിപ്പോൾ. അപ്പോൾ ഇനി കുളിക്കണം, ഭക്ഷണം കഴിക്കണം. ബിരിയാണി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ നമ്മൾ, അതൊക്കെ ഇങ്ങനെ എഴുതി കഴിക്കണം, പിന്നെ ഉറങ്ങണം. സന്തോഷകരമായ ഒരു ദിവസം ഇന്ന് അപ്പോൾ കഴിയാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വേറൊരു വിശേഷവുമായി വരുന്നവരേക്കും ടാറ്റാ ബൈ. ടാറ്റ പറയും.